പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റിലൂടെ കടന്നുപോകുകയാണ്. ശീതകാല സമ്മേളനത്തിനിടെ പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച് ബഹളമുണ്ടാക്കിയതിനാൽ ഇതുവരെ 143 എംപിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനിടെ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻഖറിന്റെ മിമിക്രി വിഷയവും ചൂടുപിടിച്ചിരിക്കുകയാണ്. TMC MP കല്യാൺ ബാനർജി പാർലമെന്റ് സമുച്ചയത്തിൽ ധൻഖറിനെ അനുകൂലിച്ച് വിമർശിക്കപ്പെട്ടു. ബുധനാഴ്ച 2 അംഗങ്ങളെ കൂടി പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇതോടെ ശീതകാല സമ്മേളനത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരുടെ എണ്ണം 143ആയി. പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി മുഖേന അവതരിപ്പിച്ച പ്രമേയം സഭ അംഗീകരിച്ചതിന് പിന്നാലെ പെരുമാറ്റ ദൂഷ്യത്തിന് കേരള കോൺഗ്രസിലെ തോമസ് ചാഴിക്കാടനെയും CPIയിലെ AM ആരിഫിനെയും സസ്പെൻഡ് ചെയ്തു. ഓരോ ദിവസവും സസ്പെൻഡ് ചെയ്യപ്പെടുന്ന എംപിമാരുടെ എണ്ണം കൂടി വരികയാണ്. പാർലമെന്റ് സുരക്ഷാ വീഴ്ചയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരുടെ എണ്ണം ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് സൃഷ്ടിക്കപ്പെടുന്നു. ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയാണ്. ND എംപിമാരുടെ എണ്ണം 321, പ്രതിപക്ഷ എംപിമാരുടെ എണ്ണം 201. ഇതിൽ 97 എംപിമാരെ സസ്പെൻഡ് ചെയ്തു. രാജ്യസഭയുടെ നിലവിലെ സ്ഥിതി അനുസരിച്ച് മൊത്തം എംപിമാരുടെ എണ്ണം 238ആണ്. അതിൽ 113 പേർ NDA സഖ്യത്തിൽ നിന്നുള്ളവരും 125 പേർ പ്രതിപക്ഷത്തു നിന്നുള്ളവരുമാണ്. ഇതിൽ 46 എംപിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം ബുധനാഴ്ച ഇന്ത്യൻ ജസ്റ്റിസ് സെക്കൻഡ് കോഡ് 2023, ഇന്ത്യൻ സിവിൽ ഡിഫൻസ് സെക്കൻഡ് കോഡ് 2023, ഇന്ത്യൻ എവിഡൻസ് സെക്കൻഡ് ബിൽ 2023 എന്നിവ പാസാക്കി. ഇവയിലൂടെ കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യൻ പീനൽ കോഡും CRPCയും മാറ്റി സ്ഥാപിക്കും. ടെലികോം ബില്ലും ലോക്സഭയിൽ പാസായി. ചില സുപ്രധാന ബില്ലുകൾ വ്യാഴാഴ്ച പാസാക്കും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ 22 വരെ തുടരും. ഡിസംബർ 4 മുതലാണ് ഇത് ആരംഭിച്ചത്. പ്രതിപക്ഷത്തെ മുഴുവൻ പുറത്താക്കി ബില്ലുകൾ യഥേഷ്ടം പാസാക്കിയെടുക്കുകയാണ് ഭരണപക്ഷം ഇപ്പോൾ ചെയ്യുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട്.